ദിസ് വീഡിയോ നമ്മൾ ഫ്ലോ വിഷ്വലൈസേഷനാണ് നോക്കാൻ പോകുന്നത്. ഫ്ലോ നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണ്, ഫ്ലോ പാറ്റേൺ എന്തൊക്കെയാണ് നോക്കാം. പ്രധാനമായും 4 രീതിയിലാണ് നമുക്ക് അതിനെ കാണാൻ കഴിയുന്നത്. 1 സ്ട്രീം ലൈൻ എന്ന് പറയും, 2 സ്ട്രീം ട്യൂബ് എന്ന് പറയും, 3 പാത്ത് ലൈൻ, 4 സ്ട്രീക്ക് ലൈൻ. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 1 സ്ട്രീം ലൈൻ എന്താണെന്ന് നോക്കാം. സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ is an imaginary curve drawn through a fluid. Tangent of this curve at any point gives direction of velocity of flow at that point. ഫ്ലൂയിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരയ്ക്കുന്നതായ ഇമാജിനറി കർവാണ് സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ കർവേലോട്ട് നമ്മൾ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിലുള്ളതായ വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. The pattern of flow is represented by a series of streamlines. ഒരു ഫ്ലൂയിഡിൻ്റെ പാറ്റേൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് തന്നെ സ്ട്രീം ലൈൻസിൻ്റെ ഒരു സീരീസ് കൊണ്ടാണ്. നമ്മൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കുറേ വരകൾ, സ്ട്രീം ലൈൻസ് നമുക്ക് കാണാൻ കഴിയും. 3 സ്ട്രീം ലൈൻസാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അതിൻ്റെ മിഡിൽ സ്ട്രീം ലൈനിൽ നമുക്കൊരു പോയിൻ്റ് ഇവിടെ കാണാൻ കഴിയും, പി എന്നുള്ള പോയിൻ്റ്, PXY. ആ പോയിന്റിൽ വെലോസിറ്റി V is tangential to the stream line passing through P. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ സ്ട്രീം ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമുക്ക് കിട്ടുമെന്ന്. അതാണ് ആ വരച്ചേക്കുന്നത്. P എന്നുള്ള ടാൻജൻറ്റ് വരച്ചപ്പോൾ വെലോസിറ്റി V, ആ പോയിന്റിലുള്ള വെലോസിറ്റി നൊട്ടേറ്റ് ചെയ്യുന്നതാണ് ആ കാണുന്നത്. നമുക്കറിയാം യുവും വിയും ഒക്കെ എന്താണ്, UVW എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. വെലോസിറ്റി കമ്പോണൻ്റ് XY ഡയറക്ഷനാണ്. അപ്പോൾ ഇഫ് U and V ആർ ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് ദ വെലോസിറ്റി V, ദെൻ tan θ ഈസ് ഈക്വൽ ടു V/U. ആ ഫിഗറിൽ നിന്ന് വ്യക്തമാണ്. V എന്ന് പറഞ്ഞാൽ dy ആണ്, U എന്ന് പറഞ്ഞാൽ dx ആണ്. കാരണം V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കമ്പോണൻ്റ് y ഡയറക്ഷൻ, അപ്പോൾ y കോർഡിനേറ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ് dy. അതുപോലെ x കോർഡിനേറ്റിൻ്റെയാണ് dx. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ dx/u ഈക്വൽ ടു dy/v. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ u dy മൈനസ് v dx ഈസ് ഈക്വൽ ടു 0. ഈ പറയുന്ന u dy മൈനസ് v dx ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സ്ട്രീം ലൈൻ ഇൻ 2 ഡയമെൻഷണൽ ഫ്ലോ. 3 ഡയമെൻഷൻ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ മാറുന്നത് dx/u ഈക്വൽ ടു dy/v ഈക്വൽ ടു dz/w. അപ്പോൾ സ്ട്രീം ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതി ഇതിൻ്റെ ഫിഗറും വരയ്ക്കണം. ഇനി അടുത്തത് സ്ട്രീം ട്യൂബ് എന്താണെന്നാണ്. വളരെ സിമ്പിളാണ്. ഗ്രൂപ്പ് ഓഫ് സ്ട്രീം ലൈൻസ് പാസിംഗ് ത്രൂ എ സ്മോൾ ക്ലോസ്ഡ് കർവ് ഫ്രോം എ സ്ട്രീം ട്യൂബ്. ഒരു സ്മോൾ ക്ലോസ്ഡ് കർവ് എടുക്കുന്നു, ഫ്ലൂയിഡിനകത്ത് കേട്ടോ. അപ്പോൾ അതിനകത്തൂടെ പോകുന്നതായ സ്ട്രീം ലൈൻസിൻ്റെ ഗ്രൂപ്പിന് നമ്മൾ പറയുന്നതാണ് സ്ട്രീം ട്യൂബ്. ഫിഗർ വരച്ചു വെക്കുക. ഇനി 3 പാത്ത് ലൈനാണ്. Path line is a line traced by a single particle of fluid over a period of time. A path line shows the direction of velocity of the same fluid particle successive instant of time. ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, അതിൻ്റെ പോകുന്നതായ, അത് സഞ്ചരിക്കുന്നതായ പാത്തിനെ ട്രേസ് ചെയ്യുന്നതാണ് പാത്ത് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാത്ത് ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത സമയങ്ങളിൽ ഈ പറയുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾ സഞ്ചരിച്ച പാത നമുക്ക് കിട്ടും. ഇനി അടുത്തത് സ്ട്രീക്ക് ലൈനാണ്. സ്ട്രീക്ക് ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സ്ട്രീക്ക് ലൈൻ ഈസ് ദ ലോക്കസ് ഓഫ് ഓൾ പാർട്ടിക്കിൾസ് ദാറ്റ് ഹാവ് ഗോൺ ത്രൂ എ ഗിവൺ പോയിന്റ് ഇൻ എ ഫ്ലോ. നമ്മൾ പറഞ്ഞു പാത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിൻ്റ് അല്ല. പാത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളറിയാം ഒരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ സഞ്ചരിക്കുന്നതാണ്. എന്നാൽ സ്ട്രീറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ സ്ട്രീറ്റ് ലൈൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ വ്യത്യസ്തമായ പാർട്ടിക്കിൾസ് സഞ്ചരിക്കും. ആ ഒരു പോയിന്റിന് വരയ്ക്കുന്നതാണ് സ്ട്രീറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ. ആ സ്ട്രീറ്റ് ലൈൻ ഈസ് ദ ലോക്കസ് ഓഫ് ഓൾ ദ പാർട്ടിക്കിൾസ് ദാറ്റ് ഹാവ് ഗോൺ ത്രൂ ദ പോയിന്റ് ഇൻ എ ഫ്ലോ. പർട്ടിക്കുലർ പോയിന്റിനെ വെച്ചാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നമുക്കൊരു എക്സാമ്പിളൊക്കെ വെച്ചൊരു വീഡിയോ ഇപ്പോൾ
കാണാൻ കഴിയുന്നതാണ്. അതുകൂടെ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. Let us first understand what are streamlines and what do they represent in the fluid domain. Assume a fluid flowing in a three-dimensional space with respect to the Cartesian coordinate system defined by usual x, y and z axis. At some fixed instant of time t, let us represent the motion of the fluid particles located at different positions in the domain by their respective velocity vectors. Now connect all these domain points by a continuous line which is tangential to all these velocity vectors, and this continuous line is known as a streamline at that particular instant of time t passing through point capital A of the domain. For steady fluid flow, streamline pattern do not change with respect to time, whereas that for unsteady flow, streamline pattern changes continuously with that of time. And hence, streamline basically is specified at a particular instant of time and is defined as an imaginary line in the fluid domain that is everywhere tangent to the local velocity vectors. Let us consider an example of fluid flowing through a bent pipe. Focusing our attention to one small segment of this bent pipe, it is seen that fluid particles move along the curved path at different velocities. Here, you can see that the velocity vectors of few specific fluid particles in the domain at some specific instant of time. It is easily observed that blue lines are tangential to the local velocity vectors of the fluid particles, and hence these blue lines are known as streamlines. This is a case of steady flow, and hence streamline will remain same at every instant of time. Now let us understand what are path line. Path line shows the path or trajectory followed by a particular fluid particle while moving from one point to the other in the domain. Consider the same three-dimensional flow and let a particle named capital A at some instant of time t is located at a position defined by the position vector xa of t. During small interval of time dt, this particle has moved to a new position defined by a position vector xa of t plus dt. So, the path followed by a particle A while moving from one point to other point in the time interval dt is defined as the path line corresponding to particle capital A. Let us talk about the same example of a bent pipe. Here, particle A is moving from point P to a point Q along the red path, and hence this red path is known as the path line of particle capital A. Now moving to a streak line, consider some fluid flow in a 3D space. At the current instant of time t, particle A was found to be at this position in the flow field. But this particle has earlier passed through a point capital P in the domain at some earlier instant of time, say t minus dta. Similarly, another fluid particle named B is currently here at this location, which also have passed through point capital P at some earlier instant of time, say t minus dtb. In the same way, particle C is currently here and was at point capital P earlier at some time t minus dtc. And same for particle D. Here, particles A, B, C and D are currently at different locations, but all of them have earlier passed through a common point capital P of the domain at different instant of time. Now, the line joining these particles, which earlier have passed through some specific point of the domain, is known as a streak line. And hence, streak line is defined as the line joining fluid particles that once have passed through the same fixed point in a space. Again, let us understand the concept of streak line with the same example of fluid flow through the bent pipe. We can see that all these 4 fluid particles are currently at different positions, but they all have earlier passed through point O of the domain, and hence the line joining these particles is known as streak line. We have defined all these 3 lines using the same example, and if you recall,
you will realize that all the three lines, that is a streamline, a path line and a streak line, coincides with each other. Why is it so? The answer is, the example that we saw earlier is a case of steady fluid flow, where the flow variables at every point of the domain do not change with time. And in case of a steady fluid flow, all these three lines always coincides. So now the question is, how do streamline, streak line and path line differs from each other? So let us look at one of the example of unsteady flow and try to understand the difference between them. Here one can easily make out that the flow field is slowly changing its direction, and hence it is a case of unsteady fluid flow. Here gray dashed lines are streamlines as they are tangential to local velocity vector. As the flow is unsteady, streamline pattern will change with respect to time. A red line is a path line of a specific fluid particle, which indicates the path followed by a particle while traveling from point O to point P. Blue line is a line joining all the fluid particles that are leaving from point O at different instant of time, and hence blue line is a streak line. Fluid particles that are leaving from point capital O will also move along the fluid, and hence at every instances of time streak line changes its location. Here we observe that streamline, path line and streak line are different and they are not coinciding. Let us understand this phenomena more rigorously. Initially at time t equal to t0, flow field is totally horizontal and the fluid is moving in horizontal direction. In a similar fashion, flow field at some other instant of time, say t equals to t1, looks like this. At any point on the domain, the local velocity vectors is always tangential to these gray dashed lines, and hence these lines are known as streamlines. Here one can observe that the streamline pattern are different at two different instants of time as the flow is unsteady. This is the picture of the same flow field at another instant of time, say t equals to t2. You can see that a red particle which was at point O at time t equal to t0 have currently moved to point A following the red path in the domain, and hence this red line is known as the path line corresponding to the red particle. In the similar way, one more particle marked in black color was located at point capital O at some earlier instant of time and have currently moved to this point of the domain following the black path, and hence this black line is known as the path line corresponding to the black particle. In the same way, particle pink have moved here and particle green came here. Here one can observe that the relative positions of all these four particles at the current instant of time is different, but all these particles have earlier passed through point O of the domain, and hence the line joining these four particles is known as streak line corresponding to point O. So here gray dashed lines are streamlines, blue line is a streak line corresponding to point O, and red, black, pink and green lines are the path lines corresponding to red, black, pink and green particle respectively. I hope with this example you got a clear picture about what does streamline, streak line and path line represent.